ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് താമര വിത്ത് കൊണ്ടൊരു ശർക്കര പായസമാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം താമര വിത്താണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ളത്. ചവ്വരി വേവിച്ചത് ഒരു 50 ഗ്രാം. ഇത് ഒരു 1/4 മുറി തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത 1-ാം പാലും 2-ാം പാലുമാണ്. ഇനി നമുക്ക് പായസം ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ താമര വിത്തൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. താമര വിത്തൊക്കെ നമ്മളിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആ സമയം നോക്കിയിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. കൂടെ ഇതൊരു 7-8 ഏലക്കയാണ്. ഏലക്ക കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നല്ല മണം കിട്ടും. ശർക്കരയൊക്കെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന താമര വിത്ത് കൂടി ചേർത്ത് കൊടുക്കാം. താമര വിത്ത് ചേർത്താൽ പിന്നെ അധികം വേവിക്കേണ്ടതില്ല. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റമാണ്. തീ കുറച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. വേവിച്ച ശേഷം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1-ാം പാൽ ചേർത്ത ശേഷം 1 മിനിറ്റ് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യും. ഇപ്പം നല്ല വെള്ളമായിട്ടാണ് പായസം ഇരിക്കുന്നത്. ഇത് താമര വിത്ത് അത് കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി വെള്ളമെല്ലാം വലിച്ചെടുക്കും. അപ്പോഴത്തേക്കും പായസം നല്ല കട്ടിയാവും. തണുക്കുമ്പോൾ പായസം നല്ല കട്ടിയായിട്ടുണ്ടാവും. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. പായസം ഇപ്പം നല്ല തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. താമര വിത്ത് കൊണ്ടുള്ള പായസം ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.